ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഒരു ചലഞ്ചിലേക്ക് കടക്കാൻ പോവാണ്. വേറൊന്നുമല്ല, നമ്മളൊരു ഇംഗ്ലീഷ് ഒരു 13 ഡേയ്സിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ചെറിയ അതായത് നമുക്ക് പരമാവധി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? അപ്പൊ നമ്മുടെ ചലഞ്ചിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഏതൊരു 8 മിനിറ്റ് 10 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ, അത് നിങ്ങൾ മുടങ്ങാതെ കാണുക. അപ്പോൾ ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു 6 മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആകും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിച്ച് നമുക്കൊന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. അതായത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഡേ 1 ഡേ 2 അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ ഇതിലുണ്ടായിരിക്കും, എന്നാലും നമുക്കിതൊന്ന് ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡെയിലി റൂട്ടീന് തന്നെയാണ്. എഴുന്നേൽക്കൂ, റെഡിയാകാനുള്ള സമയമായി എന്ന് പറയാറുണ്ടല്ലോ. എഴുന്നേൽക്കൂ, റെഡിയാകാനുള്ള സമയമായി ഇത് പറയാറുണ്ടല്ലോ. ഇത് നമുക്ക് എഴുന്നേൽക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേക്കപ്പ് ആണ് നമുക്കറിയാം. വേക്കപ്പ്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി. വേക്കപ്പ്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റെഡി. എഴുന്നേൽക്കൂ, റെഡി ആവാനുള്ള സമയമായി. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, വീണ്ടും ഉറങ്ങരുത്. നമ്മൾ പറയാറുണ്ടല്ലോ വീണ്ടും ഉറങ്ങരുത്. ഉറങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് സ്ലീപ്പ്, ഡോണ്ട് സ്ലീപ്പ് അഗെയിൻ, ഡോണ്ട് സ്ലീപ്പ് അഗെയിൻ. വീണ്ടും ഉറങ്ങരുത്. ഓക്കെ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കൂ. ഓരോരോ ദിവസവും വ്യത്യസ്തങ്ങളായ സെന്റൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഡെയിലി ഈ വീഡിയോസുകൾ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ മക്കളോട്, നമ്മുടെ ഫാമിലിയോടൊക്കെ പറയാനായിട്ട് പറ്റും. ഗെറ്റ് ഔട്ട്, അതായത് നമ്മൾ വ്യത്യാസം, ഫസ്റ്റ് നമ്മൾ എഴുന്നേൽക്കൂ എന്ന് പറയാൻ വേണ്ടി വേക്കപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ, വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എഴുന്നേൽക്കല്. ഇനി നമ്മൾ എടുത്ത് പറയുന്നുണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കൂ എന്നുള്ളത്. ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് നൗ, ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് നൗ. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കൂ. ഓക്കെ, 7 മണിയായി, അതായത് ഇതിനകം 7 മണിയായി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഒരുപാട് സമയം കഴിഞ്ഞു പിന്നെ പറയാണ് ഇതിനകം 7 മണിയായി. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് ഓൾറെഡി 7 o'clock. ഇറ്റ്സ് ഓൾറെഡി 7 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ 7 മണിയായി എന്ന് പറയാറുണ്ടല്ലോ. പെട്ടെന്ന് റെഡിയായി പോ, 7 മണി ആണ് അവരുടെ ഒരു ടൈം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇതിനകം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലൊരു ഫ്ലുവൻസി, ഇംഗ്ലീഷിൽ അതിന് ഓൾറെഡി എന്ന് പറയും. എന്നാൽ നമ്മൾ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ തന്നെ 7 മണിയായി, എഴുന്നേൽക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ ഒരു സെന്റൻസ് ആണ് ഇതിനകം 7 മണിയായി എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾറെഡി 7 o'clock. ഓക്കെ, നന്നായി ഉറങ്ങിയോ? ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ അല്ലെ, നല്ലതുപോലെ ഉറങ്ങിയോ അല്ലെങ്കിൽ നന്നായി ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ് വെൽ? ഡിഡ് യു സ്ലീപ് വെൽ? ഡിഡ് യു സ്ലീപ് വെൽ? നന്നായി ഉറങ്ങിയോ? ഓക്കെ, നെക്സ്റ്റ്, ഞാൻ നന്നായി ഉറങ്ങിയില്ല. അല്ലേ, നമ്മൾക്കിപ്പോ എന്തുകൊണ്ടോ നമുക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ നന്നായി ഉറങ്ങിയില്ല. ഐ ഡിഡ്ന്റ് സ്ലീപ് പ്രോപ്പർലി. ഐ ഡിഡ്ന്റ് സ്ലീപ് പ്രോപ്പർലി. ഞാൻ നന്നായി ഉറങ്ങിയില്ല. നെക്സ്റ്റ്, എനിക്ക് ഉറക്കം വരുന്നു. അതായത് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽ ആണല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഐ ഫീൽ സ്ലീപ്പി. എനിക്ക് ഉറക്കം തോന്നുന്നു, അതായത് എനിക്ക് ഉറക്കം വരുന്നു, ആ ഒരു ഫീലിന് പറയുന്നതാണ് ഐ ഫീൽ സ്ലീപ്പി. ഓക്കെ, ഇനി പോകാൻ ടൈം ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയാറ്? വേഗം എഴുന്നേൽക്കൂ, വേഗം എഴുന്നേൽക്കൂ എന്ന് പറയാറുണ്ട്. ഇവിടെ ഉറക്കത്തുനിന്ന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? കമോൺ വേക്കപ്പ് ഫാസ്റ്റ്, കമോൺ വേക്കപ്പ് ഫാസ്റ്റ്. വേഗം എഴുന്നേൽക്കൂ, കമോൺ, വേഗം എഴുന്നേൽക്കൂ, കമോൺ വേക്കപ്പ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ്, ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നോക്കാം. നമ്മൾ പറയാറുള്ളതാണ് പോയി പല്ല് തേക്കൂ അല്ലേ, പോയി പല്ല് തേക്കൂ എന്ന് പറയാറുണ്ട്. പോയി പല്ല് തേക്കൂ എന്ന് പറയാറുണ്ടല്ലോ. ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്, ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. പോയി പല്ല് തേക്കൂ, 2 വെർബ് ഇവിടെ വരുന്നുണ്ട്. പല്ല് തേക്കൂ എന്നുള്ളത്. അപ്പം ഗോ ആൻഡ്
ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, നെക്സ്റ്റ് ഒന്നും കൂടി നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ പറയാം, നന്നായി തേക്കൂ എന്ന് പറയാറുണ്ടല്ലോ. നന്നായി തേക്കൂ, ബ്രഷ് പ്രോപ്പർലി, ബ്രഷ് പ്രോപ്പർലി, നന്നായി തേക്കൂ. ഓക്കെ, മുഖം കഴുകൂ, വാഷ് യുവർ ഫേസ്, വാഷ് യുവർ ഫേസ്, മുഖം കഴുകൂ. കൈ കഴുകുന്നെങ്കിൽ വാഷ് യുവർ ഹാൻഡ്സ്. പിന്നെ പറയാനുള്ളത് എന്താ, കുളിക്കൂ, ടേക്ക് എ ബാത്ത്, അല്ലേ, കുളിക്കൂ, ടേക്ക് എ ബാത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം സോപ്പൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ പറയാറുണ്ട്, നന്നായി സോപ്പ് ഉപയോഗിക്കൂ എന്ന് പറയാറുണ്ട്, അല്ലെ, നന്നായി സോപ്പ് ഉപയോഗിക്കൂ. ഇതെങ്ങനെ പറയാ, യൂസ് സോപ്പ് പ്രോപ്പർലി. ഈ പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചെയ്യൂ എന്നുള്ളതാണ്. അപ്പം യൂസ് സോപ്പ് പ്രോപ്പർലി, നന്നായി സോപ്പ് ഉപയോഗിക്കൂ. ഓക്കെ, നെക്സ്റ്റ് യൂണിഫോം ധരിക്കൂ. ഇപ്പൊ നമ്മൾ മക്കളോടാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് യൂണിഫോം ധരിക്കൂ. ഇനിയിപ്പോ മുതിർന്നവരോടാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് വസ്ത്രം ധരിക്കൂ. അപ്പോൾ രണ്ട് രീതിക്കും നമുക്ക് പറയാം, യൂണിഫോം ധരിക്കൂ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കൂ, എന്തായാലും ധരിക്കൂ എന്നാണ് ഇവിടെ നമ്മൾ എന്ത് പറയണം, വിയർ യുവർ യൂണിഫോം. യൂണിഫോം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വിയർ യുവർ യൂണിഫോം. വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്നാണ്. അപ്പം വിയർ യുവർ യൂണിഫോം എന്ന് പറയാം, അല്ലെങ്കിൽ വിയർ യുവർ ഡ്രസ്. ഡ്രസ്സാണ്, ഡ്രസ് ധരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ വിയർ യുവർ ഡ്രസ് എന്ന് പറയാം. യൂണിഫോം ധരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ വിയർ യുവർ യൂണിഫോം. ക്ലിയർ ആണല്ലോ. ഇനി ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് തലമുടി നന്നായി ചീകൂ എന്ന് പറയാറുണ്ട്, അല്ലെ, തലമുടി നന്നായി ചീകൂ. കോം യുവർ ഹെയർ നീറ്റ്ലി, അല്ലേ, കോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരുക. കോം യുവർ ഹെയർ നീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായി ചീകൂ എന്നാണ്. ഓക്കെ, അല്പം എണ്ണയിടും, ഇതൊക്കെ നമ്മൾ പറയാറുള്ള കേട്ടോ. ഞാനൊക്കെ പറയാറുണ്ട് മക്കളുടെ അടുത്ത്, അല്പം എണ്ണയിടും, അല്ലേ. ചിലരിപ്പോ ഒക്കെ ഫാഷനാണ് എണ്ണൊക്കെ തേക്കാതെ ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് മുടിയൊക്കെ പാറിപ്പിച്ച് നടക്കുന്നത് ഒരു ഫാഷനാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട് കുറച്ച് എണ്ണ തേക്കൂ. അപ്ലൈ സം ഓയിൽ, അപ്ലൈ സം ഓയിൽ, കുറച്ച് എണ്ണ തേക്കൂ. എണ്ണ, മരുന്ന് ഇതൊക്കെ തേക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് അപ്ലൈ എന്നുള്ളത്. അപ്പൊ അപ്ലൈ സം ഓയിൽ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു എഴുന്നേൽപ്പിച്ചു, അതുപോലെ തന്നെ ഫ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെ, ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസും കൂടി നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഓക്കെ, വന്ന് ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ വാ ഭക്ഷണം കഴിക്കൂ എന്ന് പറയാറുണ്ടല്ലോ. വന്ന് ഭക്ഷണം കഴിക്കൂ, കം ആൻഡ് ഈറ്റ്. ഇതൊക്കെ സിമ്പിൾ ആയി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. അപ്പോ കം ആൻഡ് ഈറ്റ്, വന്ന് ഭക്ഷണം കഴിക്കൂ. ഓക്കെ, അപ്പോ ഇങ്ങനെയും ചോദിക്കാറുണ്ടല്ലോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്. വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, വാട്ട് ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്. ഓക്കെ, നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും പറയാം കേട്ടോ. ഇന്ന് ഇഡ്ലിയും ചട്നിയുമാണ് എന്നെങ്ങനെ പറയാം, വി ഹാവ് ഇഡ്ലി ആൻഡ് ചട്നി, വി ഹാവ് ഇഡ്ലി ആൻഡ് ചട്നി. ഇന്ന് ഇഡ്ലിയും ചട്നിയുമാണ്. ഇവിടെ ടുഡേന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ഇഡ്ലി ആൻഡ് ചട്നി, ഇന്ന് ഇഡ്ലിയും ചട്നിയുമാണ്. ഓക്കെ, പതുക്കെ കഴിക്കൂ, അല്ലേ. നമ്മൾ പറയാറുണ്ട് ഇപ്പം കഴിക്കുന്നൊക്കെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ നമ്മൾ മക്കളോടൊക്കെ പറയാറുണ്ട് പതുക്കെ കഴിക്കൂ, ഈറ്റ് സ്ലോലി. വേഗം കഴിക്കൂ എന്നാണെങ്കിൽ ഈറ്റ് ഫാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈറ്റ് ക്വിക്ക്ലി എന്ന് പറയാം. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഈറ്റ് സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ കഴിക്കും. ഓക്കെ, ഇനി ഭക്ഷണം താഴെ കളയരുത് അല്ലെങ്കിൽ ഭക്ഷണം ചിന്തരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. കുറെ മുമ്പ് നമ്മൾ ഈ ചിന്തി കളയുക, കറിയൊക്കെ ചിന്തിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ചിന്തിപ്പോവുക എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഭക്ഷണം ചിതറരുത്, അതായത് ഭക്ഷണം ചിന്തരുത്, താഴെ പോക്കരുത്. ഡോണ്ട് സ്പിൽ ദ ഫുഡ്, ഡോണ്ട് സ്പിൽ ദ ഫുഡ്, പഠിച്ചു വെക്കണേ. ഡോണ്ട് സ്പിൽ, കളയരുത്, ചിന്തരുത് എന്നാണ്. അപ്പൊ ഡോണ്ട് സ്പിൽ ദ ഫുഡ്, ഡോണ്ട് സ്പിൽ ദ കറി, ഡോണ്ട് സ്പിൽ ദ വാട്ടർ, ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ കുറച്ച് വെള്ളം കുടിക്കൂ അല്ലെങ്കിൽ കുറച്ച് ചായ കുടിക്കൂ. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചായയും വെള്ളമൊന്നും കുടിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാറുണ്ട് ചായ കുടിക്കൂ, കുറച്ച് ചായ കുടിക്കൂ, കുറച്ച് വെള്ളം കുടിക്കൂ. ഇനി പാലാണെങ്കിൽ കുറച്ച് പാല് കുടിക്കൂ. ഡ്രിങ്ക് സം വാട്ടർ, ഡ്രിങ്ക് സം ടീ, ഡ്രിങ്ക് സം മിൽക്ക്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കൈ കഴുകിയോ, ഇങ്ങനെ ചോദിക്കണെങ്കിലോ, കൈ കഴുകിയോ. ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്, ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ്, നിന്റെ കൈ കഴുകിയോ. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കരുത്, ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്,
ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ നമ്മൾ പറഞ്ഞ 6 മെത്തേഡിൽ ഫസ്റ്റ് വെർബുകൾ പഠിക്കുക, അതായത് കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പഠിക്കുക. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക, എഴുതാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നതാണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡേയില് നെക്സ്റ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സെന്റൻസുകളാണ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകൾ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ വേറെ രീതിയിൽ, കാരണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത സെന്റൻസുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വേറെ രീതിയിൽ, ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു, ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പറഞ്ഞൂടെ, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ കളിക്കരുത് എന്ന് നമുക്ക് പറയാലോ. അപ്പൊ അതെങ്ങനെ പറയും എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ആ ഓരോരോ സെന്റൻസ് നോക്കുമ്പോൾ അതിന് വേറെ ഓരോരോ സെന്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടാവും. അപ്പൊ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക, സംസാരിച്ച് നോക്കുക, വെറുതെ മൈൻഡ് കയറ്റി വെക്കല്ല. അതൊന്ന് ട്രൈ ചെയ്ത്. ഇപ്പൊ ഞാൻ ഓരോരോ കാര്യം വീട്ടിൽ ചെയ്യുമ്പോഴും ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ പറയാറുണ്ട്. എന്നിട്ട് അതൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി ഇതിപ്പോ ഡേ 1 ആണ്. ഇനി ഡേ 2 നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസ് പഠിക്കണം. അപ്പൊ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 30 ദിവസം, നമുക്ക് 30 ദിവസം എന്നില്ല, നമുക്ക് എത്രത്തോളം പറ്റും അത്രത്തോളം നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.